ശ്രീ രാജീവ്, പെൺകുട്ടി CWCയുടെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എത്ര ദിവസമായി, എന്താണ് അവസ്ഥ? കുട്ടി കമ്മ്യൂണിറ്റി കൗൺസിലറോട് പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ CWCയിൽ എത്തുന്ന കാര്യം നിർദ്ദേശിച്ചു. തൊട്ടടുത്ത ദിവസമാണ് അവർ അമ്മയും മകളോട് കൂടി വന്നത്. ആ ദിവസം മുതൽ CWCയുടെ സ്ഥാപന സംരക്ഷണത്തിലാണ് കുട്ടിയുള്ളത്. അതിൽ നിർഭയ ഹോമിൽ നിർത്തിക്കൊണ്ട് നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ റിപ്പോർട്ട് തേടിയിരുന്നു. ആ റിപ്പോർട്ടിൽ ഏതാണ്ട് 62 പേരുടെ പേര്, അവരുടെ പ്രായം, ഉണ്ടായ സംഭവങ്ങളുടെ ഒരു രത്നച്ചുരുക്കം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പക്ഷേ കുട്ടിയുടെ വെയർബോട്ട്സ് ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ കുട്ടി ഞങ്ങളുടെ മുമ്പിൽ CWCയുടെ മുമ്പിൽ പറഞ്ഞിരുന്നത് അച്ഛൻ്റെ ഫോണാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്മയോട് ആവശ്യപ്പെട്ടു സൈക്കോളജിസ്റ്റിനടുക്കൽ ആ ഫോൺ വായിച്ചെല്ലാൻ. അങ്ങനെ കുട്ടിയുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ കുട്ടി ആ ഫോണിൽ നിന്നാണ് 40 പേരുടെ ഫോൺ നമ്പർ, പേരും ഫോൺ നമ്പറോട് കൂടി ഡീറ്റെയിൽസ് എടുത്ത് കൊടുക്കുന്നതും അഡീഷണൽ ആയിട്ടൊരു റിപ്പോർട്ട് ഞങ്ങൾക്ക് ഫയൽ ചെയ്യുന്നതും. ആ റിപ്പോർട്ട് കിട്ടിയ ദിവസം തന്നെ ആദ്യത്തേതും രണ്ടാമത്തേതും 2 റിപ്പോർട്ടുകളും SP-ക്ക് ഒരു കാലതാമസം കൂടാതെ തന്നെ ഫോർവേഡ് ചെയ്യുകയും ഈ കേസിൻ്റെ ഒരു അസാധാരണത്വം പരിഗണിച്ചാണ് SP-ക്ക് തന്നെ കൊടുക്കുന്നത്. സാധാരണയ്ക്ക് അതൊരു SHOയ്ക്ക് കൊടുത്താൽ മതി. പക്ഷേ ഈ കേസിൽ SP-ക്ക് തന്നെ കൊടുക്കുന്നതും പോലീസ് SP ലെവലിലുള്ള മോണിറ്ററിംഗ് ഉണ്ടാവണം എന്നുള്ളത് എനിക്ക് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് ഇതുവരെ ആ മോണിറ്ററിങ്ങും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടികളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയും അറസ്റ്റും ബാക്കിയുള്ള നടപടിയായിട്ട് പോകുന്നത്. ഞാൻ ചോദിച്ചത് പെൺകുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് എന്നാണ്, ആരോഗ്യപരമായും മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിലുമൊക്കെ. മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കേസ് പോലെയല്ല. കാരണം ഈ കുട്ടിക്ക് അതിൻ്റെ ചെറിയ പ്രായത്തിലുണ്ടായിരുന്ന അനുഭവങ്ങൾ, അതായത് ചെറിയ 18 വയസ്സിന് മുമ്പുണ്ടായിരുന്ന അനുഭവങ്ങളെ സംബന്ധിച്ച് ആ കുട്ടി തന്നെ തുറന്നു പറയാൻ സ്വയമേ മുമ്പോട്ട് വന്നിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ മാനസികാവസ്ഥ കുറേ കൂടെ ബെറ്ററാണ്. ഇനി അതുകൊണ്ടുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ സൈക്കോളജിസ്റ്റിനെ, സൈക്കോ സോഷ്യൽ കൗൺസിലറെ ഒക്കെ തന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ചെറിയ പനിയുടെ കാര്യം ഞാൻ ഉച്ച കഴിഞ്ഞ് വിളിക്കുമ്പോൾ കുട്ടിക്ക് ഉണ്ടെന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ പോക്കൊക്കെ നിൽക്കുന്നതുകൊണ്ട് കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ലാഗിങ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അത് ഈ കുട്ടിയുടെ ആരോഗ്യം ഭേദപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഓരോ കേസിലും എടുക്കേണ്ട പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സമയമെടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ RFIR എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ കൃത്യവിവരം എത്രയാണെന്നുള്ളത് പോലീസിനെ പറയാൻ കഴിയുള്ളൂ. ഉച്ചയ്ക്ക് എനിക്ക് കിട്ടിയ വിവരം അത്രയുമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളോ മാനസിക നിലയിലുള്ള മോശാവസ്ഥയോ ഒന്നുമില്ല. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടിംഗ് സിസ്റ്റവും CWC എന്നുള്ള നിലയ്ക്ക് നിർഭയ ഹോം വഴി ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഈ ചർച്ചയിൽ പ്രാഥമികമായി താങ്കളിൽ നിന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിവരം, എങ്ങനെയാണ് ഈ കുറ്റകൃത്യത്തിന്റെ ഇത്രയും വ്യാപ്തിയേറിയ നീണ്ട നിര പ്രതികളുള്ള ക്രൂരമായ ഈ നരാധമത്വത്തിന്റെ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് വിവരം വന്നത്? നിങ്ങൾ അത് സംബന്ധിച്ച് നീങ്ങിയത് എങ്ങനെയായിരുന്നു? ആ പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അതിൽ ഈ സ്നേഹിത എന്ന് പറഞ്ഞൊരു സംവിധാനം ഈ കുട്ടികളുടെയും വനിതകളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഭാഗമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി കൗൺസിലർ ഏതാണ്ട് 1000 ജനസംഖ്യയ്ക്ക് ഒന്നെന്നുള്ള നിലയ്ക്കാണ് പ്രവർത്തിക്കുന്നത്. അവർ ഈ വീടാന്തരം പോയി അവിടുത്തെ കുട്ടികളുടെ വനിതകളുടെ സ്ഥിതിയെ സംബന്ധിക്കുന്ന ഒരു പൊതുവിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളൊരു ക്യാമ്പയിൻ അവർക്കുണ്ട്. അതിൻ്റെ ഭാഗമായി ചെല്ലുമ്പോഴാണ് ഈ കുട്ടിക്ക് ഇതിൻ്റെ അനുഭവങ്ങളെപ്പറ്റി ചിലത് പറയാനുണ്ട് എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഏതെങ്കിലും അധികാരസ്ഥാനത്ത് അറിയിക്കാനുണ്ട് എനിക്കുണ്ടായ സ്കൂൾ സമയത്തെ അനുഭവം എന്നുള്ള നിലയ്ക്ക് പറയുന്നതും കമ്മ്യൂണിറ്റി കൗൺസിലർ അപ്പോൾ തന്നെ എന്നെ വിളിക്കുന്നു. ഇത്തരത്തിലൊരു വിഷയമുണ്ട് എന്നുള്ള നിലയ്ക്ക് സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരോട് അന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ എത്തണം എന്നുള്ള നിലയ്ക്ക്, താമസം കൂടാതെ എത്തണം എന്നുള്ള നിലയ്ക്ക് അറിയിക്കുകയും അത്തരത്തിൽ അവർ ആ കുട്ടിയും അമ്മയും കൂടി CWCയുടെ മുമ്പിൽ എത്തിച്ചേരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അവരെ രണ്ടുപേരെ ഒന്നിച്ചിരുത്തി കേട്ടു, പ്രത്യേകമായി കേട്ടു. കുട്ടിയെ ഒറ്റയ്ക്ക് കേൾക്കുമ്പോഴാണ് അതിൻ്റെ സ്കൂൾ സമയത്തുണ്ടായ ഈ അനുഭവങ്ങൾ അല്ലെങ്കിൽ 18 വയസ്സെത്തുന്നതിന് മുമ്പുണ്ടായ അനുഭവങ്ങളൊക്കെ തന്നെ കുട്ടി പറയുന്നത്. അപ്പോൾ തന്നെ പറയുമ്പോൾ 64ഓളം പേരുകൾ. അപ്പോൾ ആ പേരുകളെല്ലാം പറഞ്ഞില്ല. അപ്പോൾ പേരുകൾ ചിലത് പറയുമ്പോൾ ഞാൻ ചോദിച്ചു, അതെല്ലാം ഇവിടെ പറയണമെന്നില്ല, കൗൺസിലിംഗ് സമയത്ത് ഓപ്പൺ ആയാലും മതി, പക്ഷേ ഇത്രയും പേരുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണോ? അതെ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സാഹചര്യം എന്താണ്, ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകാനുള്ള സാഹചര്യം, അതാണ് ഈ പറഞ്ഞ ഫോണിൻ്റെ ഉപയോഗവും അച്ഛൻ്റെ ഫോൺ ഉപയോഗിച്ചുള്ള സ്ഥിതിയും ഒക്കെയുള്ള കാര്യങ്ങൾ. അപ്പം CWC എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആ വന്ന വിഷയത്തിൻ്റെ പ്രാഥമിക വിവരങ്ങൾ തേടുകയും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതിൻ്റെ എക്സ്പേർട്ട് എന്നുള്ള നിലയ്ക്ക് സൈക്കോ സോഷ്യൽ കൗൺസിൽ മുഖാന്തരോ സൈക്കോളജിസ്റ്റ് മുഖാന്തരോ തേടുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. അത് അത്തരത്തിൽ തന്നെ തേടുന്നതിലേക്കായിട്ട് നിർഭയ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും റിപ്പോർട്ട് തേടുകയും ചെയ്താണ് തുറന്നുണ്ടായ ഇടപെടൽ. ശ്രീ രാജീവ്, ഇത് ഒരു 5 വർഷക്കാലമുണ്ട്, ഇതിനകത്ത് നീണ്ട ഒരു കാലയളവുണ്ട്. ആ കുട്ടിക്ക് അന്ന് 13 വയസ്സിലാണ് ആദ്യത്തെ ക്രൂരത നേരിടേണ്ടി വരുന്നത് എന്നറിയുന്നു.
അത് കഴിഞ്ഞ് 18ാമത്തെ വയസ്സ് വരെ എത്തി. ഇപ്പോൾ 18 വയസ്സിൽ നിൽക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത്രയും കാലത്ത് ആരോടും ഈ അനുഭവിക്കുന്ന യാതന, ക്രൂരത, ട്രോമ പറയാൻ ആ കുഞ്ഞിന്, പെൺകുട്ടിക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ ഈ കേസിനെ ബാധിക്കുന്ന ഒരു വിവരങ്ങളിലേക്കും താങ്കൾ കടക്കേണ്ടതില്ല എന്ന മുഖവരിയോടുകൂടി തന്നെയാണ് ഈ ചോദ്യം വെക്കുന്നത്. അതെ, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ മറുപടി ആ കേസിനെ സ്വാധീനിക്കുന്നതാണെന്നുള്ളത് കൊണ്ട് അത് ഒഴിവാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. കാരണം എന്തുകൊണ്ട് തുറന്നു പറഞ്ഞില്ല എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണം നമുക്ക് ഒരു മീഡിയയിൽ അങ്ങനെ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നം നിൽക്കുന്നുണ്ട്. ഓക്കെ, ഞാനത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആ കാരണങ്ങളിലേക്ക് പോകണ്ട. ഇപ്പോൾ നമുക്ക് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അന്വേഷണം സുഗമമായി നടക്കട്ടെ, പ്രതികളിലേക്ക് എത്തട്ടെ, പെൺകുട്ടിക്ക് നീതി കിട്ടട്ടെ എന്നുള്ളത് തന്നെയാണ് നിയമപരമായ അതിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഡ്വക്കേറ്റ് എൻ രാജീവ്, CWC അടക്കമുള്ള സംസ്ഥാനത്ത് നിലകൊള്ളുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ക്ഷേമം ഉറപ്പാക്കേണ്ട സംവിധാനങ്ങളുടെ കൂടി പോരായ്മയും പരാജയമാണോ ഇപ്പൊ ഈ അനുഭവിക്കുന്നത്? അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ശ്രീമതി ദീപ്തി മേരി വർഗീസ് പറഞ്ഞൊരു വിഷയമുണ്ട്. ഈ തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയിൽ ആയമാർക്ക് കുട്ടികൾക്കുണ്ടായ ഉപദ്രവത്തിൻ്റെ പേരിൽ ആയമാരെ പിരിച്ചുവിട്ടു, പിന്നീട് തിരിച്ചെടുത്തു എന്നൊക്കെ പറയുന്നു. ദയവായി ഇങ്ങനെ കുട്ടികളുടെ വിഷയം വരുമ്പോഴെങ്കിലും അല്ലെ ചർച്ച ചെയ്യുമ്പോഴെങ്കിലും നമ്മളതിനെ രാഷ്ട്രീയവൽക്കരിക്കാതിരിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വളരെ നിർഭാഗ്യകരമായി അവിടെ ഉണ്ടായി. ആ ഉണ്ടായ വിഷയത്തിൽ ആ ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അരുൺ ഗോപി തന്നെയാണ് പരാതി കൊടുക്കുന്നതും കേസെടുപ്പിക്കുന്നതും ആയമാരെ അറസ്റ്റ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഈ വിഷയത്തിലും നമുക്ക് അത്തരത്തിലൊരു ഇൻഫർമേഷൻ കിട്ടുന്ന മുറയ്ക്ക് തന്നെ, അല്ലെങ്കിൽ ഒരു ഡിലേയും ഉണ്ടാവാതെ തന്നെ മാതാവും കുട്ടിയെയും CWCയിൽ എത്തിക്കാനും അതിൻ്റെ വിവരങ്ങൾ ചോദിച്ചറിയാനും തൊട്ടുപുറകെ സൈക്കോളജിസ്റ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാൻ, വിവരങ്ങൾ തേടാൻ, കിട്ടിയ വിവരങ്ങളെ അപ്പം തന്നെ ഒരു ഉയർന്ന പോലീസ് അധികാരിയുടെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ നിന്നുകൊണ്ട് അന്വേഷണം കാര്യക്ഷമമാക്കാനുള്ള ഇടപെടലടക്കം ഒരു സർക്കാർ സംവിധാനത്തെ ആകെ ഓണപ്പ് ചെയ്യല്ലേ, പിന്നെ എവിടെ പോരായ്മ? അപ്പോൾ പിന്നെ നമ്മൾ കണ്ണടച്ചിട്ടാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ എല്ലാവരും ഞാനൊരു തർക്കത്തിന് നിൽക്കുന്നില്ല. കുട്ടികളുടേതാണ് വിഷയം, വരും തലമുറയുടേതാണ് വിഷയം. മുമ്പേ ശ്രീ രാഷ്ട്രീയ സൂചിപ്പിച്ചതുപോലെ അവർക്ക് തുറന്നു പറയാൻ കഴിയാത്തതാണ് പ്രശ്നം. അവിടെ ഉണ്ടാവേണ്ടത്, തിരുത്തേണ്ടത് ആരൊക്കെ എന്നുള്ളിടത്താണ് വിഷയം. സർക്കാർ സംവിധാനങ്ങളുടെ കുറവ് എന്നുള്ളതല്ല. അതിൽ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. എൻ്റെ അനുഭവത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ CWC എന്ന പത്തനംതിട്ട ഏറ്റെടുത്തിരിക്കുന്ന ഒരു പരിപാടി, കുട്ടികൾക്ക് ഉള്ള നിയമങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതിനെ സംബന്ധിക്കുന്ന ഒരു ജനകീയവൽക്കരണ ക്യാമ്പയിൻ CWC ജില്ലാ ശിശുക്ഷേമ സമിതിയുമായി യൂണിറ്റുമായി ചേർന്നുകൊണ്ട് കഴിഞ്ഞ വർഷം ആരംഭിച്ചു. അത് എല്ലാ പഞ്ചായത്തിലെയും കുടുംബശ്രീയുടെ ജനറൽ ബോഡിക്ക് കൊടുക്കുക. അതേപോലെ തന്നെ PTA MPTA എന്നുള്ള നിലയ്ക്ക് AEOമാർക്ക് കീഴിൽ സ്കൂൾ HM അടക്കമുള്ള അല്ലെങ്കിൽ ചുമതലയുള്ള അധ്യാപകരെ അടക്കം വിളിച്ചു കൂട്ടിക്കൊണ്ട് ഈ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകർക്കുള്ള പരിശീലന പരിപാടികളുടെ കാര്യത്തിലടക്കം അവിടെയൊക്കെ നിങ്ങൾ ഒറ്റയ്ക്കല്ലാതായി ഈ സംവിധാനങ്ങളെല്ലാം കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ള, സംവിധാനങ്ങളെപ്പറ്റി അറിയാത്തതുണ്ടെങ്കിൽ അത് അറിയിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ക്യാമ്പയിൻ, ബോധവൽക്കരണ പരിപാടി CWC ജില്ലാ ശിശുക്ഷേമ ഓഫീസറുമായി ചേർന്ന് എടുത്തിട്ടുണ്ട്. ഇത്തവണ അതിന് യൂണിസെഫിൻ്റെതായ ഒരു ഫണ്ടിങ്ങൂടെ വന്നുകൊണ്ട് ഈ ജില്ലയെ ആകെ വ്യാപിപ്പിക്കുന്ന ഒരു പ്രവർത്തനം പത്തനംതിട്ടയിൽ നടക്കും. അപ്പോൾ അതോടുകൂടി കൂടുതൽ ആളുകളിലേക്ക് എന്തൊക്കെ സംവിധാനം കൂടെ നിൽക്കും, എവിടെ നമുക്കിത് തുറന്നു പറയാൻ കഴിയും, കയ്യെത്തും ദൂരത്ത് ആരുണ്ട് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു ബോധവൽക്കരണത്തിന് കുറവുണ്ട്. അത് പരിഹരിക്കുന്നത് കൂടി ഈ ജില്ലയിൽ ഏറ്റെടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഏറ്റെടുക്കട്ടെ എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് സംവിധാനങ്ങളുടെ കുറവല്ല പ്രശ്നം. ചിലപ്പോൾ സംവിധാനങ്ങൾ അറിയാതെ പോകുന്നുണ്ടാവാം. മുമ്പേ രാഷ്ട്രീയ ചോദിച്ച പോലെ എന്തുകൊണ്ട് ഈ കുട്ടി പറഞ്ഞില്ല, ഒരു പക്ഷേ ഇനി എൻ്റെ അറിവിലുള്ള കാരണത്തെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ അതിനുള്ള സംവിധാനങ്ങളെ പറ്റിയുള്ള ധാരണക്കുറവോ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്താത്തതോ ഒരു പക്ഷേ പ്രശ്നമായിരിക്കാം. അത് പരിഹരിക്കപ്പെടണം. അതിൻ്റെ തുടക്കത്തിലേ തന്നെ ഇടപെടാൻ കഴിയണം. ഏർലി ഇൻ്റർവെൻഷൻ ഒരു പ്രധാന വിഷയമാണ്. അതിൻ്റെ ലക്ഷണം കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ 64 പേരിലേക്ക് കുറ്റാരോപിതരായി നിൽക്കുന്ന ഘട്ടമല്ല ഇടപെടേണ്ടത്. അത് ഇടപെടേണ്ടതാണല്ലെന്നല്ല, പക്ഷെ അതല്ല അതിൻ്റെ യഥാർത്ഥ മൂർത്തമായ സമയം. ഇടപെടേണ്ടത് അതിൻ്റെ തുടക്കത്തിൽ തന്നെയാണ്. ഒരു കുട്ടിയുടെ മൊബൈൽ അഡിക്ഷനെ സംബന്ധിച്ച്, മറ്റെന്തെങ്കിലും ഓപ്പോസിറ്റ് സ്പോർട്സുമായിട്ടുള്ള എന്തെങ്കിലും റിലേഷനെ സംബന്ധിക്കുന്ന അതിൻ്റെ ലക്ഷണം കാണുമ്പോൾ തന്നെ ഇടപെടാൻ കഴിയണം. അപ്പോൾ അത് കുട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല ഇടപെടേണ്ടത് രക്ഷകർത്താക്കളുടെ കാര്യത്തിൽ കൂടിയാണ്. കാരണം ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു രക്ഷകർത്താവ് കൂടി ജനിക്കുകയാണെന്നും, ഒരു കുട്ടിയുടെ 10ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ആ രക്ഷകർത്തൃത്വത്തിൻ്റെ 10ാം പിറന്നാൾ കൂടിയാണെന്നും ഉള്ള ബോധ്യത്തോടു കൂടി രക്ഷകർത്താക്കൾക്കും ഉയർന്നു വരാൻ കഴിയണം,
തിരുത്താൻ കഴിയാം. ആ രക്ഷകർത്തൃത്വത്തിൻ്റെതായ പേരൻറ്റിങ്ങിൻ്റെതായ ചില വീഴ്ചകൾ കുട്ടികൾക്ക് സംഭവിക്കുകയും അവസാനം കുട്ടികളുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടായാൽ ആ വീഴ്ചകൾക്കെല്ലാം ഉത്തരവാദി കുട്ടിയായി മാറുകയും ചെയ്യുന്നൊരു സാമൂഹിക പശ്ചാത്തലം നമുക്കുണ്ട്. ഇത്രയും വിദ്യാഭ്യാസം കൊണ്ടും സാമൂഹിക ഔന്നത്യം കൊണ്ടും നിൽക്കുന്ന കേരളത്തിലും പേരൻറ്റിങ്ങിൽ ഉണ്ടാകുന്നൊരു കുറവുണ്ട് എന്നുള്ളത് തിരുത്തപ്പെടേണ്ടതാണ്.